ഇനി ആ വെള്ളം ഒന്ന് ആ കുഞ്ഞി നിക്ക്. പാറു, അവനെന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക. ആ ജിത്തോട്ടാ ദാ കിച്ചേട്ടാ മതിയാക്കിയോ? എനിക്ക് വയറ് നിറഞ്ഞു. നീ എങ്കിൽ കൈ കഴുകിട്ട് വാ, അപ്പഴത്തേക്ക് ജിത്തോട്ടനും കഴിച്ചു തരും. അപ്പൊ പിന്നെ നമുക്കൊന്ന്. എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാണ്ട്, നിങ്ങൾ സംസാരിക്കുക. അതുമല്ല അവൻ വന്നതല്ലേ ഉള്ളൂ, സംസാരിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. സംസാരിക്കാം. ഇവൻ എന്താ ഇത് പെട്ടെന്ന്? ഏട്ടൻ കഴിക്കേ. പാറു, ജിത്തോടൻ എന്തോന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ഞാനിപ്പോ വരാം. ഒരു ചപ്പാത്തി കൂടി. ഏയ് വേണ്ട. നീ ഈ പറയുന്നത് എന്താന്നുള്ള വല്ല ബോധവും നിനക്കുണ്ടോ? മാരേജ് എന്ന് പറയുന്നത് വെറും നേരം പോക്കാണെന്നോ നിന്റെ വിചാരം? അല്ലെ തന്നെ ഡിവോഴ്സ് എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുള്ളത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. പെട്ടെന്നൊരു ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ച് പറയുന്നു നീ മനസ്സിൽ കൊണ്ട് നടന്നത് അവളെയാണെന്ന്. അതിന്റെ പുറത്ത് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ കല്യാണം നടത്തി വെക്കുന്നു. അതിൽ നിങ്ങൾ ഹാപ്പി ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ പുറത്ത് ജോലി കിട്ടിയെന്നും പറഞ്ഞ് 1-2 ആഴ്ച തികയുന്നതിന് മുന്നിട്ട് നീ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയത്. എന്നിട്ട് 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുന്നോ നിനക്ക് അവളെ ഡിവോഴ്സ് ചെയ്യണോന്ന്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിന് വേറെ അർത്ഥവും ഇല്ല. ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് തന്നെ. ഇവിടെ ഇപ്പൊ ഈ റിലേഷൻ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവക്കോ എനിക്കോ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. മാനസികമായിട്ട് ഒരു പൊരുത്തവും ഇല്ലാത്തവർ എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്? അതിലും നല്ലത് ഈ ബന്ധം ഇങ്ങനെ അവസാനിപ്പിക്കുന്നതാ. നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നടാ ഇങ്ങനൊക്കെ? അതിനു വേണ്ടി നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമാ ഉള്ളത്? എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഒരുമിച്ച് ജീവിച്ചത് പോലും ഇല്ല, പിന്നെ എങ്ങനെയാടാ? പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരുമിച്ച് ജീവിക്കണമെന്നില്ല. അല്ല തന്നെ ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് അവളെ എന്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റത്തില്ല. ഭാര്യയായിട്ടല്ലാതെ പിന്നെ നിന്റെ സമ്മതത്തോടു കൂടിയല്ലേ നിങ്ങളുടെ വിവാഹം നടന്നത്? നിന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ, അല്ലേ? നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമല്ലായിരുന്നോ? പിന്നെന്താ? ഒന്ന് നിർത്ത് കൃഷ്ണ. ഞാനിത് കേട്ട് കേട്ട് മടുത്തു. ആര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നാ നീ പറയുന്നേ? ഇതെല്ലാം സംഭവിച്ചത് അവള് പറഞ്ഞ ആ ഒരു കള്ളം കാരണ. ഞാൻ സ്നേഹിച്ചത് അവളെയാണ് പോലും. അവളെ അല്ലെങ്കിൽ പിന്നെ നീ സ്നേഹിച്ചത് ആരെയാ? ആരെയാടാ? അതെനിക്ക് നിന്നോട് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? പറ്റത്തില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല കൃഷ്ണ. വെറുതെ നീ ഒച്ച ഉണ്ടാക്കി അവരെ അറിയിക്കാൻ നിൽക്കണ്ട. എന്തായാലും എല്ലാരും എല്ലാം അറിയാൻ പോവല്ലേ, പിന്നെന്താ നിനക്ക് പ്രശ്നം? കൃഷ്ണ വെറുതെ. അല്ലേ തന്നെ പാറു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നീ അവള് പറഞ്ഞതെല്ലാം കേട്ട് സമ്മതിച്ച് മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തോ ഒരു കാരണമുണ്ട്. അല്ലാണ്ട് സ്വന്തം ലൈഫ് വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തലയ്ക്ക് ഓളമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കാര്യം എന്താന്ന് മര്യാദക്ക് നീ പറഞ്ഞു. അത് കൃഷ്ണ, നീ വെറുതെ അല്ലേ? വേണ്ട, നീ പറയണ്ട, അവള് പറയുമല്ലോ, ഞാൻ അവളോട് ചോദിച്ചോളാം. ഇടാ വെറുതെ നീ. നിനക്കെന്താ എന്തായാലും പേടിയുണ്ടോ? ഇനി ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാരണമാണോ അതിന്റെ പിന്നില്? എടാ, അതൊക്കെ നിന്റെ വെറും തോന്നലാണെന്ന് മാത്രം നീ പറയരുത്. നീ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് വെച്ചിട്ട് എനിക്ക് നല്ലതുപോലെ മനസ്സിലായതാ, ഇതിന് പിന്നിൽ വേറെ എന്തോ കാരണമുണ്ട്. എടാ, ഇതിന് പിന്നിൽ വേറെ ഒരു കാരണവും ഇല്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. എന്തുകൊണ്ട് പറ്റുന്നില്ല? നീ അത് പറ. നിനക്കെന്താ ഇതിന് ഉത്തരവില്ലേ? നിനക്ക് അവളെ നിന്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തിനാ അവളെ കെട്ടിയത്? അവൾക്ക് ഇത്രയും വർഷം നീ എന്തിനാ പ്രതീക്ഷ നൽകിയത്? നിന്നെ കാത്തിരിക്കുമല്ലായിരുന്നു ആ പാവം പെണ്ണ്. ജിത്തു, നീ പറയുന്നുണ്ട് നീ സ്നേഹിച്ചത് പാറുവിനെ അല്ലാന്ന്. അങ്ങനാണെ അന്ന് ആ ഗാഥ പറഞ്ഞത് സത്യമാണോ? കൃഷ്ണ, ഡാ, നീ സ്നേഹിച്ചത് എന്റെ കുഞ്ഞിയെയാണോ? ഡാ, അത് പറയടാ, നീ സ്നേഹിച്ചത് അവളെ ആയിരുന്നോ? എടാ, അത് ഞാൻ പറ ജിത്തു, നീ സ്നേഹിച്ചത് അവളെ ആയിരുന്നു? അത് പറയാൻ ആയിരുന്നു. ഞാൻ സ്നേഹിച്ചത് എന്റെ കുഞ്ഞിയായിരുന്നു. അപ്പൊ ആ ഗാഥ പറഞ്ഞതെല്ലാം സത്യാണല്ലേ? ആണ്. ചേട്ടാ, നിനക്ക് എങ്ങനെയാടാ അവള് നിന്നെ ഏത് രീതിയിലാ കാണുന്നതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടും നിനക്ക് അവളോട് എങ്ങനെയാടാ? ഇതൊക്കെ അവൾ അറിഞ്ഞ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്തിന്? നീ കാരണം ആ പാറുവിന്റെ ലൈഫ് കൂടി സ്പോയിൽ ആവുന്നെന്നും കൂടി അവൾ അറിഞ്ഞ. എനക്കപ്പോ എന്നോട് ദേഷ്യാണോ? നീ ഇപ്പോഴും കുഞ്ഞിയെ അല്ലടാ, ഒരിക്കലും അല്ല. അവളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നുള്ളത് സത്യ. പക്ഷെ ഞാൻ അവളെ ഇപ്പൊ അങ്ങനൊന്നും അല്ല കാണുന്നത്. അവള് നിന്റെ ഭാര്യ, എന്റെ അനിയന്റെ ഭാര്യ. അവളിപ്പോ എല്ലാ അർത്ഥത്തിലും എന്റെ അനിയത്തിയാ. ഒരു നാളില് ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഇപ്പോഴും ഞാൻ അവളെ ആ കണ്ണോടുകൂടി അല്ലടാ കാണുന്നത്. നീ അങ്ങനെ മാത്രം വിചാരിക്കില്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കണ്ടെങ്കിൽ നീ പാറുവിനൊരവസരം കൊടുക്കണം. ഡാ, എങ്ങനാടാ ഞാൻ അവളെ, എനിക്ക് അവളോട് അപ്പൊ പിന്നെ എങ്ങനാടാ ഒരു കാലത്ത് മനസ്സിൽ കൊണ്ടു നടന്ന കുഞ്ഞിയെ നിനക്ക് ഇപ്പൊ അനിയത്തിയെ പോലെ കാണാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്? കൃഷ്ണ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരുമിച്ച് ജീവിച്ചാലല്ലേ സ്നേഹിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയെങ്കിലും കുറച്ച് എഫേർട്ട് ഇട്ട് കളാ പ്ലീസ്. നിന്നെ കൊണ്ട് എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തീരുമാനം എന്താണോ അതുപോലെ തന്നെ നിനക്ക് മുന്നോട്ട് പോവാം. പക്ഷെ അവക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുത്താ അത് നീ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം.
പിന്നെ പാറുവിനെ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. പക്ഷെ കുഞ്ഞ് ഇതറിയാൻ പാടില്ല. നീ കാരണം എൻ്റെ കുഞ്ഞിയുടെ കണ്ണ് നിറയാൻ ഇടയായ. പണ്ട് നീ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ കൊന്നുകളയുമെന്ന്. അതുപോലെ തിരിച്ച് ഞാൻ നിന്നോട് പറയുക, ഇത്രയും വർഷം അവളുടെ കണ്ണ് നിറയാതെ പൊന്നുപോലെ കൊണ്ടു നടന്നതാ ഞാൻ. നീ കാരണം അതുണ്ടായ. ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്റെ സ്വഭാവം നിനക്കറിയാലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്നോട് ഇങ്ങനൊക്കെ സംസാരിക്കാനും വേണ്ടി ഞാൻ അത്രയ്ക്കും വൃത്തികെട്ടവനാണോ? എന്നേലും ഒരിക്കലെങ്കിലും ഞാൻ കാരണം കുഞ്ഞ് വിഷമിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അന്നും ആ ഗാഥയുടെ വാക്ക് കേട്ട് കുഞ്ഞ് സങ്കടപ്പെടരുതെന്ന് വെച്ചിട്ടാ ഞാൻ പാറുവിന്റെ കൂടെ നിന്നത്. അതുകൊണ്ടാ എനിക്ക്. നിനക്ക് നല്ലപോലെ അറിയാം ഞാൻ കാരണം ഒരിക്കലും എന്റെ കുഞ്ഞ് സങ്കടപ്പെടില്ലാന്ന്. ശരിയാ, നീ കാരണം ഇതുവരെ അവള് സങ്കടപ്പെട്ടിട്ടില്ല. അത് നീയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ കുഞ്ഞ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ നീ പാറുവിനെ കെട്ടിയതെന്ന്. അപ്പൊ നീ അവളെ ഡിവോഴ്സ് ചെയ്താ കുഞ്ഞ് വിഷമിക്കില്ലേ? ഇപ്പൊ അവിടെ പോയി നിന്റെ മറ്റടുത്ത ഡയലോഗ് അടി. എന്തേ നിനക്ക് പറയാൻ മറുപടി ഇല്ലേ? അല്ലെങ്കിൽ തന്നെ അവളുടെ കണ്ണ് നിറയാണ്ടിരിക്കാൻ മറ്റൊരു പാവം പിടിച്ച പെണ്ണിന്റെ കണ്ണ് നിറയിക്കുന്നതാണോ നിന്റെ കോപ്പില്? എന്നിട്ട് അവന്റെ കുറെ മോടന്ത ന്യായവും. ഇവിടെ ഇപ്പൊ നീ കുഞ്ഞിയുടെ കാര്യത്തിൽ കാണിക്കുന്ന ഈ ശ്രദ്ധയുണ്ടല്ലോ, ഒരൽപ്പം ആ പാറുവിന്റെ കാര്യത്തിൽ കൂടി ഒന്ന് കാണിച്ചു നോക്ക്. അപ്പം മനസ്സിലാവും അവൾ എത്ര പാവമാണെന്ന്. നിന്റെ ഭാഗത്ത് ഇനി എത്രയൊക്കെ ശരികളുണ്ടെങ്കിലും നീ ഏതൊക്കെ രീതിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും പാറുവിന്റെ മുന്നിൽ നീ തോറ്റുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, കുഞ്ഞിയെ മാറ്റി നിർത്തി നീ പാറുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കും, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച നിനക്ക് ഇതിലും നല്ലൊരു ലൈഫ് വേറെ കിട്ടാനില്ല. ഞാനിതെല്ലാം പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നീ അവക്കൊരു ചാൻസ് കൊടുത്ത് നോക്ക്. നേരത്തെ പറഞ്ഞ പോലെ നിന്നെ കൊണ്ട് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നിലും ഇടപെടാൻ വരില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ. പക്ഷെ അതൊന്നും എൻ്റെ കുഞ്ഞിയെ ബാധിക്കാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. കിച്ച, കിച്ചോ, കിച്ചേട്ടാ, എടാ കിച്ചേട്ടാ. എന്താടി? എന്താ പറ്റിയേ? എന്ത്? എന്തെന്നോ? എനിക്കറിയാം നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അതല്ലേ ഫുഡ് പാതി വഴിക്ക് വെച്ച് നിർത്തിയിട്ട് എണീറ്റ് പോരുന്നേ? അതൊന്നും ഇല്ലടി, എനിക്ക് വയറ് നിറഞ്ഞോണ്ടാ. പിന്നെ ഒരു ചപ്പാത്തി കഴിച്ചപ്പോഴത്തേക്ക് നിന്റെ വയറങ്ങ് നിറഞ്ഞു. ഒന്ന് പോയേടാ, കാര്യം പറ, എന്താ പറ്റിയേ? ഒന്നും ഇല്ലടി. കിച്ച, കാര്യം പറ. നിന്റെ മുഖം ഇങ്ങനെ മാറുമ്പോഴേക്ക് എനിക്ക് ടെൻഷനാ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. സത്യമായിട്ടും ഒരു പ്രശ്നമില്ല? ഇല്ലടി. കുഞ്ഞി, ലവ് യു. എന്താ ലവ് യു? അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു? അതോ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ തോന്നി പറഞ്ഞു.
എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? ഉം. വെറുതെ ഇനി ഓരോ നാല് ചൂട്ടിട്ട് ആ തല പോയിക്കാൻ നിൽക്കണ്ട. എനിക്ക് ഒരു പ്രശ്നമില്ല. ഉം. ആ, ജിത്തോട്ടനോട് നീ വല്ല സംസാരിച്ചായിരുന്നോ? എന്ത് സംസാരിക്കാൻ? അല്ല, നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയ മാറ്റം പോലെ. എനിക്ക് തോന്നിയതാവാം. നിനക്ക് തോന്നിയത് തന്നെ, അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവാനാ? ഇവിടെ വന്നപ്പോൾ രണ്ടുപേരും ഭയങ്കര കളിച്ചിരിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ എന്തോ സീരിയസ് ആയിട്ട്. ഒന്നുമില്ല, നിനക്കെല്ലാം വെറുതെ തോന്നുന്നതാ. എല്ലാം എന്റെ വെറും തോന്നലായ മതിയായിരുന്നു. എന്താ ജിത്തേട്ടൻ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴല്ലേ നാട്ടിലേക്ക് വരുന്നേ. അഥവാ ഇനി എന്തേലും ഏട്ടൻ പറഞ്ഞാലും നീ അത് കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല, ഞാനൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കാര്യമായിട്ട് എടുത്താൽ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. ഒന്നുമില്ല. എന്നാ പോയി ഞാൻ എന്റെ ബാക്കി പണി കൂടി തീർത്തിട്ട് വരാം. കിച്ച, ഐ ലവ് യു. അപ്പൊ ശരി. കിച്ച ഒരേ പാർവയാലേ ഉലകമേ സുഴലുതേ ഒന്നെ பார்த்ததாலே தங்கம் உருகுதே அங்கம் கரையுதே வெக்கம் உடையுதே முத்தம் தோடுருதே சுக்கி தானே போகிறேனே மாமா கொஞ்ச நாளா மருதே மருதே ஒரே பார்வையாலே உலகமே சுழலுதே உன்னை பார்த்ததாலே. പാറു, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നിനക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? അല്ലെങ്കിലും ജിത്തോടൻ ഇവിടെയല്ലേ? പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് എന്നാ നീ പറ. ഏയ് അത് വേണ്ട. ഏട്ടനെന്താ പറയാൻ വന്നതെന്ന് വെച്ചാ അത് പറ. അത് പാറു, ഞാൻ കാരണം നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എനിക്കറിയാം. ഇഷ്ടമില്ലാത്തൊരു ജീവിതം ഇതുപോലെ ജീവിച്ചു തീർക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നീ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കൂടെ നിനക്ക് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. അതെനിക്കും അറിയാം, നിനക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആവാം. എന്താ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചിട്ടാ ഇതുപോലെ? അതുകൊണ്ട് ഞാൻ ആദ്യോട് പറഞ്ഞിട്ടുണ്ട് പേപ്പേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കാൻ. നിനക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സോ നമ്മളൊന്ന് അവിടെ വരെ പോയി സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവൻ മ്യൂച്വലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നീ ഓക്കെ ആണേ നമുക്ക്
ഓക്കെയാണ്. നീയൊന്ന് ആലോചിച്ചിട്ട്. എന്താലോചിക്കാൻ? നിങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്താ ആലോചിക്കേണ്ടത്? അല്ല പാറു, ചിത്തുവേട്ടൻ എന്ത് പറഞ്ഞാലും അതിനെല്ലാം എനിക്ക് ഓക്കെ ആണ്. ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. എവിടാ സൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സൈൻ ചെയ്തേക്കാം. വെറുതെ ചിത്തുവേട്ടന് ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ ഞാൻ നിർബന്ധിക്കൂല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പോകേണ്ടത് എപ്പോഴാന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ്. എന്തായാലും ഒരു ദിവസം നമ്മൾ ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്ന് മറ്റുള്ളവരറിയും. അന്ന് അവർക്ക് നമ്മളോട് ചോദിക്കാൻ കുറേ ചോദ്യങ്ങൾ കാണും. അവരുടെയൊക്കെ മുന്നിൽ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ രക്ഷ, അവളുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. അതുകൊണ്ട് ഇത് എല്ലാം ശരിയായതിന് ശേഷം മാത്രം അവളോട് പറഞ്ഞാൽ മതി. അതുവരെയെങ്കിലും എനിക്ക്. അത് കൃഷ്ണയ്ക്ക് അറിയാം. അവനിനി. കൃഷ്ണയ്ക്ക് അറിയാന്നോ? ഞാൻ ആദിയോട് ഫോണിൽ സംസാരിക്കുന്നത്. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടു നടന്നതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കിയല്ലേ. സാരല്ല, അവന്റെ മുന്നിലെങ്കിലും എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ അല്ലേ? അത് പാറു, ഞാൻ വേണോന്ന് വെച്ച്. നിങ്ങളൊന്നും വേണോന്ന് വെച്ച് ചെയ്യാറില്ലല്ലോ. എല്ലാം എന്തിനാ വെറുതെ. എന്തായാലും യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. വന്ന് കിടന്നു. ഒരു റൂം ഷെയർ ചെയ്യാമെങ്കിൽ ഒരു ബെഡും ഷെയർ ചെയ്യാം. നിലത്ത് കിടക്കാൻ നിൽക്കണ്ട, നല്ല തണുപ്പാ. പാറു, നിനക്കെന്തോ പറയാൻ? എനിക്ക് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു, ഒരുപാട്. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം. പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. പിന്നെ എന്തിനാ ഞാൻ വെറുതെ. പിന്നെ ചിത്തേട്ടാ, നിങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ഓക്കെ പറയുന്നുണ്ടെന്ന് വെച്ചിട്ട് അതിലെല്ലാം ഞാൻ ഹാപ്പിയാണെന്ന് മാത്രം കരുതരുത്. അഥവാ ഇനി അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രം. ഇതിലെ നല്ലത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാണ്ടിരുന്നാ മതിയായിരുന്നു. അതാകുമ്പോ ഞാൻ പേരിനെങ്കിലും നിങ്ങളുടെ ഭാര്യയായിട്ട്. നിഴലുപോലും മാഞ്ഞുപോയി നിന്റെ ഈണമോർമ്മയായി. മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. നിഴലുപോലും മാഞ്ഞുപോയി നിന്റെ ഈണമോർമ്മയായി. മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. കുളിരുതന്ന കാറ്റുപോൽ കൂടെ വന്നോരഴകെ നീ. അകലെയെങ്ങോ പോയിടാൻ അരികിലെന്തിനെത്തി നീ. അകലെയെങ്ങോ പോയിടാൻ അരികിലെന്തിനെത്തി നീ. ചിറകൊടിഞ്ഞ ശലഭമായി ചിതറി വീഴുമെൻ മനം. കനവു തന്ന
ആദിമാഞ്ഞൊരിഷ്ടമായി നെഞ്ചിലാകെ നീറുന്ന തീക്കനലായോർമകൾ. ഏതെല്ലാം രീതിയിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക് നീ. അറിയാം ലാസ്റ്റ് മിനിറ്റ് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്, എന്നാലും നീ ഒന്ന്. ആ, ഞാനും വൈഫും. ഓ ഓക്കെ. ആ, ഈവനിങ് 5:30 ആ ഓക്കേടാ. എന്നെ താങ്ക്സ്. ശരിയെങ്കിൽ നാളെ അവിടെ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. കുഞ്ഞി, നീ എന്തുവായി കുത്തി കുറിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ ബുക്കും പേനയും കണ്ടപ്പോ. നമ്മളന്ന് പാറു തനിച്ചാവൂന്നും പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തൊരു ട്രിപ്പില്ലേ, ഓർമ്മയുണ്ടോ? ഓഫീസിലെ. ആ, അത് നാളെയാ. ഓ, ഞാൻ നമ്മളും ഉണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ അങ്ങനെ ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കി കളയുന്നേ? ഇപ്പോഴാകുമ്പോ അവക്ക് കൂട്ടായിട്ട് അവനും ഇല്ലേ, പിന്നെന്താ പ്രശ്നം? എടാ എന്നാലും ഇതെന്താ ഇത്ര പെട്ടെന്ന്? അതുമല്ല ജിത്തുവിടെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു, നമ്മളൊന്ന്. എടി ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുമല്ല ഇപ്പോഴല്ലേ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ടത്. അവൻ കുറേ നാളുകൾക്ക് ശേഷം വന്നതല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സ്പേസ് കൊടുക്കുന്നതല്ലേ നല്ലത്. ഇതാവുമ്പോൾ നമുക്ക് നമ്മളുടെ ട്രിപ്പും ആവും, അവർക്ക് അവരുടേതായ രീതിയിലുള്ള പ്രൈവസിയും കിട്ടും. അതൊക്കെ ശരിയാ, എന്നാലും അവരിനി വേറെന്തെങ്കിലും വിചാരിക്കുവോ? എന്ത് വിചാരിക്കാൻ, അവരും ഇത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പിന്നൊരു കണക്കിന് നമ്മളില്ലാത്തത് തന്നെ അവർക്ക് നല്ലത്. നമ്മുടെ പ്രസൻസ് ചിലപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അതിനേക്കാളും നല്ലത് നമ്മളൊന്ന് മാറി നിൽക്കുന്നതല്ലേ. അതുമല്ല ചിലർക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ കുറച്ച് ടൈം വേണ്ടി വരും. ഈ ഒരാഴ്ച കൊണ്ട് അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ. വെയിറ്റ്, നീ എന്തുവായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആർക്ക് എന്ത് തിരിച്ചറിവുണ്ടാവാൻ? അതുമല്ല നമ്മുടെ പ്രസൻസ് കൊണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? അതിന്റെ കുഞ്ഞി, ഞാൻ നമ്മളിവിടെ ഉള്ളപ്പോ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കൂലേ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാനത്. നിനക്ക് എന്താടാ ട്രിപ്പ് തലക്ക് പിടിച്ചുള്ള ബോധവും പോയോ? അവർക്ക് പ്രൈവസി കൊടുക്കണമെന്നുള്ള കാര്യം മനസ്സിലായി, പക്ഷെ ബാക്കി എന്തൊക്കെയാ നീ പറഞ്ഞ്? നീ അത് വിട്, ഞാൻ എന്തോ അന്നേരം. നീ എന്തായാലും ചെന്ന് പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്, ശരിയല്ലേ? എടാ എന്നാലും. ഒരെന്നാലും ഇല്ല, നീ ഒരു 1 വീക്കിനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യും. പാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്താൽ മതിയോ? വേറെ സാധനങ്ങളൊന്നും വേണ്ടേ? എന്റെ പൊന്നു കുഞ്ഞി, നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ കമ്പനിയല്ലേ പ്രൊവൈഡ് ചെയ്യുന്നേ. നീ അതിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓ, പല്ലേക്കാനുള്ള ബ്രഷും പേസ്റ്റും സോപ്പും ഒക്കെ അവര് തരുമോ? ആ തരും. എങ്കിൽ പിന്നെ തല തേക്കാനുള്ള എണ്ണം കൂടി തരാൻ പറ. ആ തരും. എനിക്കല്ലാണ്ട് വേറെ കുറെ സാധനങ്ങൾ കൂടി വേണം, അതും അവര് തരുമോ? എന്റെ പൊന്നു കുഞ്ഞി, എന്താ വേണ്ടേന്ന് വെച്ചാൽ നാളെ പോകുന്ന വഴിക്ക് വാങ്ങിക്കാം. ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാ പോരെ? അതൊക്കെ മതി, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി എന്താ? അല്ല, നീ ഇങ്ങനെ കണ്ടീഷൻ വെക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ നിന്നെ തട്ടിക്കൊണ്ടു പോവാന്നോ? നമ്മൾ ട്രിപ്പിന് പോവാ, അല്ലാണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ ഇത് സമ്മതിച്ചേ പറ്റൂ. എന്താ പറ? അത് വിൻഡോ സീറ്റ് എനിക്ക് വേണം. വിൻഡോ സീറ്റോ സൈഡ് സീറ്റോ എന്താന്ന് വെച്ചാ നീ എടുത്തോ. ഇപ്പൊ ഒന്ന് പോയി പാക്ക് ചെയ്യാമോ പ്ലീസ്? അല്ല, നീ ഇത് പുറത്തോട്ട് അവിടെ പോവാ, അവിടെ പോയി പാക്ക് ചെയ്യാൻ പോവാണോ? എടാ കിച്ചേട്ടാ, പാറുവിനോട് പറയണ്ടേ പോണ കാര്യം? അതിന് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഈ നേരത്തോ? അവിടെ അവള് മാത്രല്ല, അവനും ഉണ്ട്. അതുമല്ല രാവിലെ പറയാൻ ഒരുപാട് സമയമുണ്ട്. നീ ഇങ്ങോട്ട് വായേ, അവർ മിക്കവാറും കിടന്നു കാണും. ഓ, അത് ഞാൻ മറന്നുപോയി. മണന്നുപോയി. ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റും കേട്ടാ. പിന്നെ പറ്റും, ഒരബദ്ധമൊക്കെ എല്ലാ പോലീസുകാർക്കും പറ്റും.
പക്ഷെ ഈ പോലീസുകാരന് എന്നും അബദ്ധങ്ങൾ മാത്രമല്ലേ പറ്റാറുള്ളൂ. എന്താണ് ചേട്ടാ? പൊന്നുമോള് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചിരുന്ന് പാക്ക് ചെയ്യാം. വാ. ഡി ജിത്തുവേട്ട ഉള്ളോണ്ടാ അല്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ വെറുതെ എൻ്റെ പേരും പറഞ്ഞ് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ നിൽക്കണ്ടെന്ന്. എന്തായാലും ഇപ്പോൾ പുള്ളിയില്ലേ, നിങ്ങൾ പോയിട്ട് വാ. പിന്നെ കിട്ടിയ അവസരം വെറുതെ പാഴാക്കി കളയാൻ നിൽക്കണ്ട. ഇത്രയും നാളുള്ളിൽ ഒതുക്കി വെച്ചിരുന്നതെല്ലാം കൂടി ഈ ഒരാഴ്ച കൊണ്ട് കൊടുത്തു തീർക്കാൻ ശ്രമിച്ചു. എന്തോന്ന്? ഓ, ഒന്നും അറിയാത്ത പോലെ. എന്ത്? ഓ എൻ്റെ ബുദ്ധൂസ്, ഇതിപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾക്കും അയ്യേ നീ ഒന്ന് പോയ നീ ഒരുമാതിരി നിങ്ങൾക്ക് കുറച്ച് പ്രൈവസി കിട്ടിക്കിട്ടോന്ന് വിചാരിച്ചിട്ടാ ഞങ്ങള് വെറുതെ കുളമാക്കി കളയല്ലേ നീ അത്. അത് നോക്കാം. എനിക്ക് വേണ്ടി നീ നോക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. നീ പോയ 4-5 വർഷം കൊണ്ടുണ്ടാവാത്ത മാറ്റമൊന്നും ഈ ഒരാഴ്ച കൊണ്ടുണ്ടാവാൻ പോകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ ശ്രമമായത്. ആ ശ്രമം വിജയിക്കണമെങ്കിൽ നീ തന്നെ മനസ്സിലാക്കണം. പിന്നെ എല്ലാ തിരിച്ചറിവുകൾക്കും അധികം സമയമോ കാലമോ ഒന്നും വേണ്ട, വെറും സെക്കൻഡുകൾ മാത്രം മതി. അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഈ ഒരാഴ്ചക്കുള്ളിൽ നിനക്കും ഉണ്ടായാലോ. അതുകൊണ്ട് ആദ്യം കാണാൻ പോകുന്നതും ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ വന്നതിന് ശേഷം മതി. ഞാനിടുന്നതിൻ്റെ പകുതി എഫേർട്ടെങ്കിലും നീ ഒന്നിട്ടുകളാ, ചിലപ്പോൾ എല്ലാം ശരിയായാലോ. എന്ത് ശരിയാവുമെന്നാ നീ പറയുന്നേ? ഞാൻ നിന്നോട് ഞങ്ങൾ പോകാനുള്ള വണ്ടി വന്നു. ശരിയെങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. കുഞ്ഞി വരുവാ ജിത്തുവേട്ടാ. പോയിട്ട് വാ. പാറു ഇറങ്ങുവാണേ. ശരി. പിന്നെ ഒരാഴ്ച ലീവ് എടുത്തേക്ക്, ജിത്തോട്ടനുള്ളതല്ലേ. ശരി, ബൈ. ബൈ. ഞാൻ അപ്പുറത്ത് അവരുടെ ബെഡ്റൂമിൽ കിടന്നോളാം. ജിത്തേട്ടൻ ഇവിടെ കിടന്നു. അതെന്താ? അല്ല, ഇതിപ്പോ ഇവിടെ അവരില്ലല്ലോ, വെറുതെ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്? അതൊന്നും സാരമില്ല, അത് അവരുടെ ബെഡ്റൂം അല്ലേ, പിന്നെന്തിനാ വെറുതെ. അല്ല, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് നീ ഇങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ ഒരാവശ്യമില്ല. നീ ഇന്നലെ പറഞ്ഞ പോലെ ഒരു റൂം ഷെയർ ചെയ്യാമെങ്കിൽ ഒരു ബെഡും ഷെയർ ചെയ്യാം. അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് വന്ന് കിടക്കാൻ നോക്ക്.
സോറി സോറി, താൻ ഡ്രസ്സ് മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല സാരമില്ല, ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. നീ ഇതെങ്ങോട്ടാ? സ്കൂളിലേക്ക്. ഒരാഴ്ച പിന്നെ ലീവ് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അവളോട് ചുമ്മാ പറഞ്ഞതാ. അല്ലെ തന്നെ എന്തിനാ അവളെ ലീവെല്ലാം കൂടി എടുത്ത് വെറുതെ. അതുമല്ല, ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. താലി അതിട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു തരണോ അതോ എടുത്ത് കഴിച്ചോളൂ? ഞാനെടുത്ത് കഴിച്ചോളാം. ഉം. അല്ല, നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഇപ്പൊ തന്നെ ലേറ്റായി. ഇനി കഴിക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും. അല്ലെ തന്നെ ബസ് കിട്ടാൻ. നീ കഴിക്കേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ എന്നും പോകുന്ന പോലെ തന്നെ പോയിക്കോളാം. വെറുതെ പുതിയ ശീലങ്ങളൊന്നും തുടങ്ങി വെക്കാൻ നിൽക്കണ്ട. അത് പിന്നീട് ജിത്തുവേട്ടൻ തന്നെയായിരിക്കും ബുദ്ധിമുട്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ലേറ്റായ കാരണം എല്ലാം തട്ടിക്കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. നാളെ മുതൽ ശരിയാക്കാം. ഇന്ന് തൽക്കാലം അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ശരിയെങ്കിൽ. ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? ഇന്നത്തെ കുക്കിംഗ് എന്റെ വക. അയ്യോ, അതൊന്നും വേണ്ട. ജിത്തോടെ ഇവിടെ വന്നിരിക്കേ, ഞാൻ ചെയ്തോളാം. അതെന്താ, കൃഷ്ണയുള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയല്ലേ ചെയ്യണേ, പിന്നെ ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം? അത് വേണമെങ്കിൽ നീയും കൂടി കൂടെ കൂടിക്കോ. കഴിക്കേ, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇതേട്ടാ, ഞാൻ ശരിക്കും ആഗ്രഹിച്ച നിമിഷങ്ങളായതല്ല. പക്ഷെ ഇതിനൊന്നും വലിയ ആയുസില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. നീ എന്താ ഈ നോക്കിയിരിക്കുന്നത്? കഴിക്ക്. നിങ്ങൾ എന്നോട് ഇതുപോലെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ അവസാനം എനിക്ക് സങ്കടം മാത്രമല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ ആ വേദനയുടെ ആഴം കൂട്ടാൻ വേണ്ടി ഇതുപോലെ നിങ്ങളുടെ കൂടെ പരമാവധി ഇതുപോലുള്ള സിറ്റുവേഷൻസ് നീ ഒഴിവാക്കാൻ നോക്കണം. അല്ല പിന്നെ എനിക്ക് കഴിക്കാൻ പോവാ ജിത്തേട്ടാ. ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളൂല. നീ കഴിക്കാൻ നോക്ക്.
നോൽ സർ. ആ പാർവതി മാം, മാമിന്റെ പീരീഡ് കഴിഞ്ഞോ? ഹാ, കഴിഞ്ഞു. ഓ, എന്റെ കഴിഞ്ഞിട്ടില്ല, ഒരു പീരീഡ് കൂടി ഉണ്ട്. എവിടാ? 9th. ഹാ. അല്ല, മാം വെറുതെ വിളിച്ചതാണോ? അത് എന്തായാലും പറഞ്ഞോ. ആ, അന്ന് പറഞ്ഞില്ലേ ഞാൻ ഫ്രീ ആകുമ്പോ പറ, നമുക്ക് കോഫി കുടിക്കാൻ. ഹാ, ഇന്നപ്പോ ഓക്കെ ആണോ? ഇന്ന് ഈവനിങ് ഞാൻ ഫ്രീയാ. ഓ റിയലി? ഞാൻ വിചാരിച്ചു മാം എന്നെ ചുമ്മാ പറഞ്ഞ് പറ്റിച്ചിട്ട് പോയതായിരിക്കും. ഏയ് അല്ല, ഞാനന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഇവിടെ ടൗൺ ബസാറിൽ ഒരു നല്ല കോഫി ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയാലോ? അതാവുമ്പോ മാമിന് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയും തരാം. ആരെ? അതൊക്കെ ഉണ്ട്. മാം അവിടെ പോവാൻ ഓക്കെ ആണോ? ഓക്കെ. എങ്കിൽ ശരി, ഈവനിങ് നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല, എന്റെ ബൈക്കിൽ വരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, സെറ്റ്. എന്നാ പിന്നെ ശരി, ഞാൻ ക്ലാസ്സിൽ കയറട്ടെ. ഒരാളെ പരിചയപ്പെടുത്താണ്ടെന്ന് പറഞ്ഞിട്ട് ആളെവിടെ? ഹാ, വെയിറ്റ്. ആ നിധി. ആ, 1 മിനിറ്റ്. ഇപ്പൊ വരും. ഹായ്. ഹായ്. പാർവതി അല്ലേ? ആ, എന്നെ അറിയോ? പിന്നല്ലാണ്ട്, ഇവൻ തന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിൽ ആകപ്പാടുള്ള ഒരു മലയാളി ടീച്ചർ അല്ലേ, അപ്പൊ പിന്നെ പറയാണ്ടിരിക്കോ? അത് ശരി, നല്ലത് വല്ലതും ആണോ പറയാറ്? അതോർത്ത് പേടിക്കണ്ട, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ, സമാധാനായി. താങ്ക്സ്. എന്തിന്? വി ആർ ഫ്രണ്ട്സ്, റൈറ്റ്? അപ്പൊ ശരി, നാളെ കാണാം. എന്നും ഇത്ര ലേറ്റ് ആയാണോ വരുന്നത്? അല്ല, പിന്നെന്താ ഇന്ന് ലേറ്റായ? അതെനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതാ. കൊണ്ടാക്കിയതാരാ? സ്കൂളിലെ സാറാ. പുള്ളിയാണോ എന്നും കൊണ്ടാക്കുന്നേ? അല്ല. പിന്നെന്താ ഇന്ന്? നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? ഞാനിപ്പോ ആരുടെ കൂടെ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? ഇതൊന്നും ജിത്തേടനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, പിന്നെന്താ? ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഇത്രയും ടൈമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ട്. ഓ, ടെൻഷനായി കാണുമല്ലേ? എന്തിനാ ടെൻഷനാവുന്നേ? എന്തായാലും തലേന്ന് ഊരി കളയാൻ പോവല്ലേ. അപ്പൊ പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സമാധാനിച്ചൂടെ? പാറു, ഞാൻ കുളിച്ചിട്ട് വരാം. ഹലോ. ആ ജിത്തു, ആടാ പറ, എന്തായി? എന്താവൻ? നീ അവളോട് സംസാരിച്ചോ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ഓക്കെ പറഞ്ഞു.
അവൾക്ക് ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞു. എടാ, നീ ഇപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചോ? അത് എന്താ നീ ഒന്നും മിണ്ടാതെ? അത് എനിക്കറിയത്തില്ല. ഇവിടെ ആകെ മൊത്തം പ്രശ്നോ? എന്ത് പ്രശ്നം? അത് കൃഷ്ണ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ടെന്താ? നിന്നെ പോലെ തന്നെ എന്റെ തല തിന്നുക. അതുമല്ല, ഇപ്പം അവൻ കുഞ്ഞും കൂട്ടി മനഃപൂർവ്വം ഇവിടുന്ന് മാറി നിൽക്കുക, ഞങ്ങൾക്ക് സ്പേസ് തരാൻ വേണ്ടിയിട്ട്. എടാ, അവൻ ദക്ഷയുടെ കാര്യത്തില് എനിക്കറിയത്തില്ലടാ അവന്റെ മനസ്സിൽ എന്താന്ന്. അവനിപ്പോ എന്നെ ബാറുവിനെ ഒന്നിപ്പിക്കുന്നതില്ല. അതിന് ഞാൻ അവർക്കൊരു പ്രശ്നമാവോന്ന് കരുതിയിട്ടാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നിനക്ക് പിന്നെ എന്തുവാടാ അറിയുന്നേ? എന്ത് ചോദിച്ചാലും ഒന്നും അറിയത്തില്ല. എടാ, ഇനി നീയും കൂടി തുടങ്ങല്ലേ. അല്ലേലും ഞാനിനി ഒന്നും പറയാൻ വരുന്നില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും നിന്റെ ലൈഫ് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ ഇങ്ങനെ. പക്ഷെ നിനക്ക് മാത്രം അത് തലേ കയറൂലല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. നഷ്ടപ്പെടുത്തി കളയാൻ എളുപ്പാ, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകാണ്ട് ചേർത്ത് പിടിക്കാനാ പ്രയാസം. കൈവിട്ട് പോയിട്ട് അവസാനം കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും നല്ലപോലെ ആലോചിച്ചിട്ട് എടുക്കാൻ നോക്ക്. ഞാൻ കൊറേ നേരമായി ശ്രദ്ധിക്കാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പിന്നെന്താ ഫുൾ സൈലന്റ്? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണല്ലോ. നിനക്ക് വെറുതെ കിച്ച വീട്ടിൽ ഇരുന്ന് എന്നെ കുത്തിപ്പൊക്കി കൊണ്ട് വന്നിട്ട് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിച്ചാണ്ടല്ലോ. ഞാൻ കിട്ടുന്ന വണ്ടിക്ക് കയറി തിരിച്ചു പോകും. പറഞ്ഞില്ലാന്ന് കേട്ടോ. ഭീഷണിയാണോ? ആ, ഭീഷണിയാ. അയ്യോ, അങ്ങനെ പറയരുത്. പറയും. ഞാനിടയ്ക്കൊന്ന് ചാർജ് പോകുന്നുള്ളത് സത്യ. പക്ഷെ നീ ഒന്ന് ചാർജ് ആക്കിയാ കേൾക്കോളും. എങ്ങനെ ചാർജ് ചെയ്യണം? എങ്ങനെ വേണേലും ചെയ്യാം. എവിടെന്ന് ചെയ്യണം? എവിടുന്ന് വേണേലും ചെയ്യും. നിക്ക്. ഇത്രയും നേരം എവിടെ ആയിരുന്നു? സാധാരണ 5-5:30 വീട്ടിൽ വരുന്നാക്കി ഇപ്പൊ 2 ദിവസം കൊണ്ട് എന്താ? ഇവിടെ ആരും ഇല്ലാത്തോണ്ടാണോ ഇതുപോലെ തോന്നിയ കണക്ക്? ഞാൻ വരുന്ന ടൈമൊക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയൂ? നിങ്ങളുടെ കുഞ്ഞിയോ കൃഷ്ണയോ പറഞ്ഞു തന്നതായിരിക്കല്ലേ? അതെന്തേലും ആവട്ടെ, നീ ഇപ്പൊ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ.
നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം തരണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടോ? അല്ലെ തന്നെ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ, പിന്നെന്തിനാ? പാറു, നീ എന്നോട് വല്ല പകയും വീട്ടുവാണോ? എന്തിന്? അതിന് പോലും നിങ്ങളിപ്പോ എനിക്ക് ആരുമല്ല. പാറു, വെറുതെ ഒച്ച വെക്കണ്ട. ഇവിടെ ഇപ്പം വേറെ ആരും ഇല്ലെന്നുള്ള ഓർമ്മ വേണം. ആ ഓർമ്മയുള്ളോണ്ട് തന്നെ നിന്നോട് ചോദിക്കുന്നത്. അവരുള്ളപ്പോ നീ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തും. പക്ഷെ ഇപ്പോ നിനക്ക് തോന്നുന്ന പോലെ. എന്താ ലേറ്റ് ആകുന്നെന്ന് ചോദിക്കാനുള്ള അധികാരം പോലും എനിക്കില്ലേ? ഇല്ല. പാറു, നീ അധികാരത്തിന്റെ അവകാശത്തിന്റെ കണക്ക് ചോദിക്കാൻ നിങ്ങൾ എന്റെ ആരാ? നിന്റെ കഴുത്തിൽ താലി കിട്ടിയ നിന്റെ ഭർത്താവ്. നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ നീ എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങൾ തിരക്കാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. ഭാര്യയോ? ഞാനോ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? അപ്പോ ഈ 4-5 വർഷം ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് എവിടുന്നാ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള ബോധം ഉണ്ടായത്? ഇത്രയും നാള് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്നോട് ഇതുപോലെ സംസാരിക്കാനുള്ള എന്ത് അവകാശമുള്ളത്? അതുകൊണ്ട് പറയാം, ഇനി മേല ഭാര്യ എന്നുള്ള അവകാശം പറഞ്ഞ് എന്റെ മേലെ ഇതുപോലെ ചോദ്യങ്ങളുമായിട്ട് വന്ന ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് പോലും അറിയില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ജിത്തേട്ടാ, ഏട്ടാ, ചായ. ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിന്റെ മണ്ടയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങുക. പോവാം. ഹലോ കുഞ്ഞി. ആ ജിത്തേട്ടാ, അവളോ? അവള് കുളിക്കുക. ഈ നേരത്തോ? അവള് വന്നതേ ഉള്ളൂ. വന്നതേ ഉള്ളൂന്നോ? നിങ്ങൾ അതിന് പുറത്തെവിടെയെങ്കിലും പോയായിരുന്നോ? ഇല്ല, അവള് സ്കൂളിൽ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. സ്കൂളിലോ? അതിനിന്ന് അവിടെ ഹോളിഡേ അല്ലേ? ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഹോളിഡേയോ? ആ,
അവിടെ നിന്ന് ആടി അമാവാസിയുടെ അവധിയല്ലേ, അപ്പൊ പിന്നെ സ്കൂളുകളിൽ നിന്ന് ക്ലാസ് കാണൂലല്ലോ. ഓ അത് ശരി. ഹലോ ജിത്തുവേട്ടാ. ആ നീ പറ. അല്ല, അപ്പൊ പിന്നെ അവള് സ്കൂളിൽ പോയെന്ന് പറഞ്ഞത്? ആ അത് ഞാൻ മറന്നതാ. അവക്കെന്തോ സ്പെഷ്യൽ ക്ലാസ്സോ മറ്റോ ഉണ്ടായിരുന്നു സ്കൂളിൽ കുട്ടികൾക്ക്. ഓ, ലീവ് കിട്ടാത്തത് എക്സാം ആയോണ്ടാന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. മിക്കവാറും പോർഷൻസ് ഒന്നും തീർന്നു കാണത്തില്ല, അതാവും ക്ലാസ് വെച്ചത്. കുഞ്ഞി ആ എങ്കിൽ പിന്നെ ശരി ജിത്തുവേട്ടാ, അവളോട് പറഞ്ഞേക്ക് ഞാൻ ഇനിയിപ്പോ നാളെ വിളിക്കാന്ന്. ശരി. விளம்பரையிடை வெளிமாலையில் உன் திருமுகம் திறக்கின்ற வேளையில் என் நாடியை சிலிர்க்க வைத்தாய். என் நான் கர்வம் மறைந்தென்று உன் முன்னே பணிய வைத்தாய். என்ன நடந்தாலும் பெண்ணே உன்னை விட மாட்டேன். நீ என்ன மறந்தாலும் என் மனசுல நீதான் நினைவிருப்ப. ஓ பெண்ணே பெண்ணே என் கண்ணே கண்ணே, உன்னை சொன்னால் என்ன, உன்னை தந்தால் என்ன. நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். தங்கமே உன்னைத்தான் தேடி வந்த நானே, உன்னோடும் என்னோடும் நான் காணும் நாளை. ஓ ஓ காதல் ராகம் நீதானே, உன் வாழ்வின் கீதம் நான் தானே. காதலோடு வாழ்வேனே, இந்த வாழ்வின் எல்லை போனாலே. சான்ஸே இல்ல இல்ல சான்ஸே இல்ல, நம்ம சென்னை போல வர ஊரே இல்ல. டக்கரு 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 இருந்தாய ஊரே. டக்கரு டக்கரு എന്താണ് ഹേ ഒരാലോചന? അത് അത് ഐ തിങ്ക് യു തിങ്ക്? അല്ലൊന്നുമില്ല, പിന്നെ പറയാം. ഏ പിന്നെ പറയാം. എന്താടി? അത് ഞാൻ പിന്നെ പറയാം. ആദ്യമൊന്ന് ഏ ഒന്നുമില്ല. നിനക്കിതെന്താ? അല്ലടാ, അവിടെ പാറും ചിത്തോടനും ഓക്കെ ആയിരിക്കും? അതെന്താ പെട്ടെന്ന് അങ്ങനെ? അല്ല, അവർക്കിടയിൽ എന്തോ. അവർക്കിടയിൽ എന്ത്? എന്താണെന്നറിയത്തില്ല, അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ. നീ വെറുതെ. അല്ലടാ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? എന്തോ ഒരു ദേ, അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരായിട്ട് തീർത്തോളും.
നീ വെറുതെ എന്തിനാ ഇങ്ങനെ അവരുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവുന്നേ? അത് എനിക്കെന്തോ കുഞ്ഞി ചേട്ടാ കുഞ്ഞി കുഞ്ഞി ഇവളിത് എവിടെ പോയി കിടക്കുക? ബാക്കിയുള്ളവരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ 9 മണി കഴിഞ്ഞു. ഇനി എന്തേലും പാറു ചിത്തേട്ടൻ ആരാ ഇത്? നിനക്കറിയോ? അത് എന്താ ഇത്? അത് ടയർ പഞ്ചറായി, അതാ. കൊള്ളാം. നിനക്ക് എല്ലാ ദിവസവും ഇവന്റെ കൂടെ കറങ്ങി നടക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടല്ലോ അല്ലേ? നിങ്ങള് അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? അത് ഇവളോട് ചോദിക്കേ. എന്താടി, ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറയാൻ നിനക്ക് പറ്റുന്നില്ലേ? അതോ ഇനി നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് നീ ഇവനോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ കൂടുള്ളപ്പം തന്നെ ഇതുപോലെ ഒരുത്തനെ കൊണ്ട് നടക്കുന്ന നീ ഞാനില്ലാത്തപ്പോ എത്ര പേര്. നിങ്ങൾ ഇത്രക്ക് ചീപ്പായിരുന്നു. അല്ലേ തന്നെ ഞാൻ ആരുടെ കൂടെ പോയാലും തനിക്കെന്താ? പേരിന് മാത്രമല്ല ഞാൻ നിങ്ങളുടെ ഭാര്യ. പാർവതി, സോറി നോയൽ, ഞാൻ കാരണം നിങ്ങൾക്ക് കൂടി. ഇറ്റ്സ് ഓക്കെ. താൻ നിങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തണമെന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ ഐ ആം റിയലി സോറി. ഓട്ടോ ജിതിൻ അല്ലേ? പാർവതി നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കെയറിംഗ് ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ്. പക്ഷെ അതൊക്കെ വെറും വെച്ചുകെട്ടലായിരുന്നു എന്നാ ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്കിടയിൽ അവിഹിതമൊന്നുമല്ല നടക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവത്തുമില്ല. ബിക്കോസ് വി ആർ ലോയൽ ടു അവർ പാർട്ട്നേഴ്സ്. പിന്നെ തൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലായി തനിക്കിപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാന്ന്. അതുകൊണ്ട് പറയുക, പാർവതി എൻ്റെ വൈഫിൻ്റെ കഫേയിലാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. ഈവനിങ് 5:30 to 7:30. പക്ഷെ 7 മണിയാകുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങും. റീസൺ ചോദിക്കുമ്പോഴോ ജിത്തുടെ വീട്ടിൽ ഒറ്റയ്ക്കാ. പിന്നെ ഞാൻ അവളെ കൊണ്ടാക്കുന്നത് അതൊരിക്കലും അവൾ പറഞ്ഞിട്ടല്ല. ഷീസ് മൈ ഫ്രണ്ട്. സോ അവളെ വീട്ടിൽ സേഫായി എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ. അവൾക്കതിനോട് ഒട്ടും താല്പര്യമില്ല.
പിന്നെ എൻ്റെ വൈഫ് നിധി നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവളും. അല്ലാണ്ട് താൻ വിചാരിക്കുന്ന കണക്ക് ഞാനും പാർവതിയും തമ്മിൽ ഒരു രീതിയിലുള്ള വഴിവിട്ട ബന്ധവുമില്ല. അതെല്ലാം തൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഐ നോ, എനിക്കറിയാം അവളെ. എന്നിട്ടാണോ താൻ ഇത്രയും നേരം? അത് ഇത്രയും ടൈമായിട്ട് അവളെ കാണാഞ്ഞപ്പോൾ ഞാൻ, പിന്നെ നിങ്ങളെ രണ്ടുപേരും കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളിവിടെ തന്നെ വഞ്ചിച്ച് കുടുംബം നടത്തുവാണെന്നോ. ഐ ആം സോറി. ഞാൻ എന്നോടല്ല താൻ സോറി പറയേണ്ടത്. ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയില്ലേ തൻ്റെ ഭാര്യ, അവളോട് പറ. അവളാ തന്നോട് ക്ഷമിക്കേണ്ടത്, അല്ലാണ്ട് ഞാനല്ല. പാറു, 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 ഐ ആം സോറി. ഞാനപ്പോ നീ ഈ ഡോറൊന്ന് തുറക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണം. പാറു, പ്ലീസ് ഡി, ഒന്ന് തുറക്ക്. എന്താ ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പാറു, അത് ഞാൻ ഇന്ന് നടന്നതും. സോറി പറയാൻ വന്നതാണോ? ഈ 4 വർഷത്തെ മൗനത്തിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് എന്റെ ക്യാരക്ടറിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ജിത്തുവേട്ടാ? ഇങ്ങനെ ചിന്തിക്കാനും വേണ്ടി ഞാൻ അത്രയ്ക്ക് മോശക്കാരിയാണോ നിങ്ങളുടെ കണ്ണില്? അറിഞ്ഞില്ല ഞാൻ. ഇത്രയും നാളുകൾക്കിടയിൽ ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ലെന്നോ അന്വേഷിച്ചില്ലെന്നോ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി പോയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ തോന്നി ജിത്തുവേട്ടാ മറ്റൊരാളുടെ കൂടെ ചേർത്ത് എന്നെ? ഇത്രയും വർഷം ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ ആത്മാഭിമാനത്തെ അല്ലേ നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞത്? ഞാൻ നിന്നെ ഇത്ര നേരം കാണാണ്ടായപ്പോ, അതുമല്ല അന്വേഷിച്ചു വന്നപ്പോ അയാളുടെ കൂടെ എനിക്കെന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോ അറിയാണ്ട് ഞാൻ എന്തൊക്കെയോ, അല്ലാണ്ട് സത്യമായിട്ട് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലടി. ഉദ്ദേശിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ വായിന്ന് ആ വാക്കുകൾ കേട്ടപ്പോ അത്രയും നാളെ ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിച്ചത്, ആർക്ക് വേണ്ടിയാ കാത്തിരുന്നതെന്ന് വരെ ഞാൻ മറന്നുപോയി ജിത്തുവേട്ടാ. ഞാൻ ജീവന തുല്യം സ്നേഹിക്കണം നിങ്ങളുടെ വായിന്ന് തന്നെ എനിക്ക്. നിങ്ങൾക്ക് അറിയില്ല ജിത്തുവേട്ടാ ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾക്കിത് വെറും ഒരു വിവാഹബന്ധം മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് ഞാൻ സ്നേഹിച്ച മനുഷ്യനോടൊപ്പമുള്ള ജീവിതമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും നാളും. പക്ഷെ എല്ലാം നിങ്ങളെ ഒരു നിമിഷം കൊണ്ട്. ഇത്രയും നാളിതെല്ലാം പറയണ്ടെന്ന് വിചാരിച്ച് മനഃപൂർവ്വം മറച്ചു പിടിച്ചതാ ഞാൻ. പക്ഷെ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ താലി എന്റെ കഴുത്തിൽ വീഴുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയതാ. അത് നിങ്ങളോട് പറയാനിരുന്നതാ. പക്ഷെ അന്ന് ആ ഗാഥ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ദക്ഷയോടുണ്ടായിരുന്ന ഇഷ്ടം അവളും മറ്റുള്ളവരും തിരിച്ചറിഞ്ഞ് അവരെത്രമാത്രം വേദനിക്കുമെന്നതിന്റെ കൂടെ ഞാൻ നിങ്ങളെ കുറിച്ച് കൂടി ആലോചിച്ചത് കണ്ട ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാണ്ട് നിങ്ങൾ എന്നെയാ സ്നേഹിക്കുന്നെന്ന് വിളിച്ചു പറഞ്ഞത്. അത് ശരിക്കും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു ജിത്തുവേട്ട. പക്ഷെ ആ ഒരു കള്ളം കാരണം നമ്മളുടെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടും
എവിടേക്കോ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു, നിങ്ങളെ എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്ത്. പക്ഷെ നിങ്ങളെന്നെ ഒറ്റയ്ക്കാക്കിപ്പോയി. അതും ഞാൻ സഹിച്ചു. അതെല്ലാം കഴിഞ്ഞതാ ഇപ്പൊ വന്നപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ട. അതിനും ഞാൻ സമ്മതിച്ചു. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല. ഞാൻ കാരണം ജിത്തോട്ടെന്റെ ലൈഫ് കൂടി സ്പോയിലാവണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ അതിന് ഓക്കെ പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് നിങ്ങളെ, അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഷോപ്പിൽ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞിട്ട് പോവാൻ തീരുമാനിച്ചത്. അങ്ങനെങ്കിലും എനിക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളതിനെ കണ്ടത് ഏത് രീതിയില്ല, അതെനിക്കൊട്ടും സഹിക്കാൻ പറ്റണില്ല ജിത്തോട്ട. ഇതിലും നല്ലത് നിങ്ങൾ കൊണ്ടേക്ക് വരാതിരിക്കുന്നതായിരുന്നു. അതാകുമ്പോ ഒന്നുമില്ലെങ്കിൽ എനിക്കിങ്ങനെ ഈ പാറു ഒരാളുടെ കൂടെ മാത്രമേ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ കൂടെ ജിത്തുവേട്ട, അല്ലാണ്ട് ഞാൻ. നീ ഇത്രയ്ക്കും സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയാ നടന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കാരണം നീ ഒരുപാട് നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നീ ഈ അവസ്ഥയിലായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എന്നെ പോലെ ഈ വിവാഹം കാരണം നീയും വിയർപ്പ് മുട്ടിയാ ജീവിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. അതും റോയ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചത് പോലും. പക്ഷെ മറുവശത്ത് നീ ഇത്രയ്ക്കും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ കുരുക്ക് കാരണം നിനക്ക് നല്ലൊരു ജീവിതം നഷ്ടപ്പെടരുതെന്ന് കരുതിയ ഡിവോഴ്സിനെ കുറിച്ച് പോലും ഞാൻ. പക്ഷെ നീ ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോ എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ ഇതിനു മുൻപേ എന്നെ നിനക്ക് എങ്ങനെ കഴിഞ്ഞു പാറു എന്നെ ഇങ്ങനെ കാത്തിരിക്കാൻ? ഞാൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവോ ഒരു മനുഷ്യനോ ആയി നിന്നോട് പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെയാടി നിനക്ക്? അറിയില്ല എന്തിന്റെ പുറത്താണ് ഞാൻ നിങ്ങളെ കാത്തിരുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എവിടേക്കോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന്. അതുണ്ടായില്ല. പകരം നിങ്ങൾ എന്നോട് എനിക്ക് നിന്നെ എന്റെ അറിയാം. നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങള്. സാരമില്ല, ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആവാം. അതിലെനിക്ക് ഒരു എതിർപ്പുമില്ല. ഞാനന്ന് പറഞ്ഞില്ലേ, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. എവിടെ വേണേലും വരാം, എവിടെ വേണേലും ഒപ്പിട്ട് തരാം. ഒരു പ്രശ്നവുമില്ല. ഞാനൊരിക്കലും ആർക്കും ഒരു ബാധ്യതയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുമല്ല, എനിക്ക് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് കണ്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട.